നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ മാത്രം എന്റെ ആത്മാവ് പൂർണ്ണ സംതൃപ്തി കണ്ടെത്തും. ഇങ്ങനെ പറയാറുണ്ട്, മത്സ്യത്തെ കരയ്ക്ക് പിടിച്ചിട്ടാലോ, നല്ല ഒരു മെത്തയിൽ കിടത്തിയാലോ, മെത്തയിൽ കിടത്തിയിട്ട് ഫാൻ ഇട്ട് കൊടുത്താലോ, AC-യിൽ കിടത്തിയാലോ ഒന്നും മത്സ്യം തൃപ്തനാവുകയില്ല. മത്സ്യം അവിടെ കിടന്ന് പിടച്ച് ചത്തുപോകും. മത്സ്യം കിടക്കേണ്ടത് വെള്ളത്തിലാണ്. അവിടെ അത് മുങ്ങിച്ചാകുന്നില്ല. മനുഷ്യൻ എവിടെ ആയിരിക്കണം? മനുഷ്യൻ ആയിരിക്കേണ്ടത് വെള്ളത്തിലല്ല, കരയ്ക്കുമല്ല, പിന്നെയോ ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അനന്ത സ്നേഹമായ ദൈവം തന്റെ സാദൃശ്യത്തില് നമ്മെ സൃഷ്ടിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയണം, ദൈവത്തിന്റെ അരൂപി കൊണ്ട് നിറയണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും നമുക്ക് കിട്ടുകയുള്ളൂ. സങ്കീർത്തനം 63:1 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ അവിടുന്നാണ് എന്റെ ദൈവം. എല്ലാവരും പറഞ്ഞേ, ദൈവമേ അവിടുന്നാണ് എന്റെ ദൈവം. ദൈവമേ അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഈ തിരുവചനങ്ങള് വേദപുസ്തകത്തില്, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മള് ദൈവഭക്തര് ദൈവവചനം കുറിച്ചെടുത്ത് ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണം. നമുക്ക് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് 150ഓളം സങ്കീർത്തനങ്ങള് ദാവീദ് രാജാവിനെ കൊണ്ട്, പ്രവാചകനായ ദാവീദിനെ കൊണ്ട് എഴുതിച്ചു വെച്ചിട്ടുണ്ട്. അതില് അനേക സങ്കീർത്തനങ്ങൾ ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മള് എങ്ങനെ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ദാഹിക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, ദൈവവചനം ഏറ്റുപറയാൻ, ഉച്ചത്തിൽ വചനം വായിച്ച് ഏറ്റുപറഞ്ഞ് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയാണ് വചനം എഴുതപ്പെട്ടിരിക്കുന്നതും നമുക്കായി പരിശുദ്ധാത്മാവ് വചനം ജ്വലിപ്പിച്ചു തരുന്നതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി പുല്ലുവഴി എന്ന സ്ഥലത്ത് റോഡ് സൈഡില് അന്തോണീസിന്റെ ഒരു രൂപക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റിലാണ് ആ രൂപക്കൂട്ട് ഇരിക്കുന്നത്. കോൺക്രീറ്റിൽ നിന്ന് ഒരാൽച്ചെടി വളർന്ന് ആ രൂപം മുഴുവൻ പൊതിയുന്നു. ആ ചെടി വളർന്നിട്ട് അന്തോണീസിന്റെ മുഖം മാത്രം എപ്പോഴും കാണാം. ഇത് 40 കൊല്ലമായിട്ടുള്ളൊരു അത്ഭുതമാണ്. 40 കൊല്ലമായിട്ടുള്ളൊരു അത്ഭുതമാണ്. ആ രൂപക്കൂട് തുറന്ന് ആ ചെടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. വീണ്ടും വെള്ളവും വളവും ഒന്നും കൂടാതെ കോൺക്രീറ്റിൽ നിന്ന് തന്നെ ആൽച്ചെടി വളർന്ന് അന്തോണീസിന്റെ രൂപം മുഴുവൻ പൊതിയുന്നു, മുഖം മാത്രം കാണാം. പ്രൈസ് ദി ലോർഡ്. ആ ചെടിക്ക് ആഹാരമായിട്ട് എന്താ കിട്ടുക? 40 കൊല്ലമായിട്ട് സൂര്യപ്രകാശമല്ലാതെ ഒന്നുമില്ല. ആ ചെടി കത്തിച്ചു കളഞ്ഞിട്ട് വീണ്ടും വളരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം ആ ചെടി ഉണങ്ങിപ്പോയി. അവിടെയുള്ള വികാരി അച്ഛനെ ഏതാനും പേരുകൂടി കരാവോ ചെയ്ത് അച്ഛനെ ഒരു വണ്ടിയിൽ കയറ്റി എറണാകുളം അരമനയിൽ കൊണ്ടുചെന്ന് ആക്കിച്ചു. അന്ന് തൊട്ട് ആൽച്ചെടി ഉണങ്ങിപ്പോയി. പിന്നെ ഏതാനും വർഷത്തേക്ക് അവിടെ ഞായറാഴ്ച കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഇടവകയിൽ നിന്ന് വന്നു ചെല്ലുന്ന ഒരു അച്ഛൻ. എന്നാൽ ഇടവക്കാരി എന്ന് മാപ്പ് ചോദിച്ച്, അരമനയിൽ ചെന്ന് മാപ്പ് ചോദിച്ച്
രമ്യപ്പെട്ട് പുതിയ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആൽച്ചെടി വളരാനും പണ്ടത്തേതുപോലെ തന്നെ അന്തനൂസിലാലിന്റെ രൂപം മുഴുവൻ മറച്ച് മുഖം മാത്രം ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും. ദൈവം എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? അത്ഭുതങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത സഭ, ദൈവം തിരഞ്ഞെടുത്ത പുരോഹിതര്, ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകര്, വചന ശുശ്രൂഷകര്, ഇവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവര്, ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവര്, അവരെ ബഹുമാനിക്കണം. അവരെ കുറ്റം പറയരുത്, അവരെ താറടിക്കരുത്, അവരെ നിന്ദിക്കരുത്. കുടുംബത്തില് ദൈവ ശുശ്രൂഷകരുടെയോ മറ്റുള്ളവരുടെയോ കുറ്റം പറഞ്ഞ് ആനന്ദിക്കരുത്. എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. അമേരിക്കയില് വലിയ സാമ്പത്തിക തകർച്ചയും ടിൻ ടവർ തകർന്ന് അതിഭയങ്കരമായ തകർച്ചയും ഉണ്ടായ അവസരത്തില് എന്റെ മനസ്സിൽ കൂടി പോയ ഒരു പ്രബലമായ ചിന്ത ഇതായിരുന്നു. അമേരിക്കയില് വൈദികരെ താറടിക്കുന്ന ഒരുപാട് പദ്ധതികള് ടെലിവിഷനിലൂടെ വന്നു. 40 കൊല്ലം മുമ്പ് ഒരു വൈദികൻ ചെയ്ത തെറ്റ് പൊക്കിക്കൊണ്ടുവന്നിട്ട് വക്കീലന്മാരാണ് ചെയ്യുന്നത്, കേസുണ്ടാക്കുക. അപ്പോൾ $10 മില്യൺ, $10 ലക്ഷം രൂപത അതിന് ശിക്ഷയായിട്ട് കൊടുക്കണം 40 കൊല്ലത്തിന് ശേഷം. അപ്പൊ 10 മില്യൺ കിട്ടിയാല്, അല്ല 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്, അതിന്റെ പകുതി വക്കീലിനാണ് കിട്ടുക. അപ്പോ കോടതി എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി കാണും, 10 സാധാരണക്കാരും കാണും. അവരെ വെച്ചാണ് വിധിക്കുന്നത്. ഗവൺമെന്റ് ഇടപെട്ട് തെറ്റായ നിയമങ്ങൾ നീക്കിക്കളഞ്ഞ് അനാവശ്യമായ താറടിക്കുന്ന, അതാരെയാണെങ്കിലും താറടിക്കുന്ന, നിന്ദിക്കുന്ന, ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും അവഹേളിക്കുന്ന പരിപാടിക്ക് അറുതി വരുത്തണം. രാജ്യങ്ങള്, ഭരണകർത്താക്കള് പശ്ചാത്തപിക്കണം. ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മള് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയെ താറടിക്കാനോ ക്രിസ്തുവിന്റെ പുരോഹിതരെ താറടിക്കാനോ ആരും ശ്രമിക്കാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി വേലയെടുക്കുന്നവരുടെയോ അല്ലാത്തവരുടെയോ കുറ്റം പർവ്വതീകരിച്ച് ടെലിവിഷനിലൂടെയും എല്ലാം ചിത്രീകരിച്ച് ഏത് തോന്നിയാസവും ചെയ്യാം. അതല്ല ഡെമോക്രസി, അതല്ല സ്വാതന്ത്ര്യം. മറ്റുള്ളവരെ താറടിക്കുക, അവഹേളിക്കുക. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി കൊലക്കേസ് ഉണ്ടായി. മന്നവരുതി കൊലക്കേസ്. ഫാദർ ബെനഡിക്റ്റ് ആണ് മറിയക്കുട്ടിയെ കൊന്നത് എന്ന് പത്രങ്ങള് മാസങ്ങൾ തോറും കോടതിയിലെ വിചാരണകള് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം ഫാദർ ബെനഡിക്റ്റിനെ കൊലയ്ക്ക് തൂക്കിക്കൊല്ലാനും എത്തിച്ചു. സമർത്ഥനായ വക്കീല് ഡൽഹിയിൽ നിന്ന് വന്ന് വാദിച്ച് അദ്ദേഹത്തെ വിടുവിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതകത്തിന് കാരണമായ വ്യക്തിയുടെ കുടുംബത്തിൽ മക്കൾ ഉണ്ടാകുന്നതെല്ലാം മന്ദബുദ്ധികളായിട്ട് ജനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പ്രതി, യഥാർത്ഥ കൊലപാതകത്തിന്റെ പ്രതി മരിച്ചു കഴിഞ്ഞ് അയാളുടെ ഭാര്യ ബെനഡിക്റ്റ് അച്ഛന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു. എന്റെ ഭർത്താവ് അയാൾക്ക് ഒരു അവിഹിത വേഴ്ചയിലുണ്ടായ മറിയക്കുട്ടിയെ, അവിഹിത വേഴ്ചയിൽ മറിയക്കുട്ടിയിലുണ്ടായ കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യാനായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു. ആ ഗർഭഛിദ്രത്തിൽ മറിയക്കുട്ടിയും മരിച്ചു. അപ്പൊ രക്ഷപ്പെടാനായിട്ട് വൈദികന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി. വളരെ ആഘോഷിച്ചാണ് പത്രങ്ങളും ടെലിവിഷനും എല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഭയ കൊലക്കേസും. ഇതെല്ലാം പൊട്ടിഘോഷിക്കുമ്പോൾ എന്നെങ്കിലും ദൈവത്തിന്റെ പ്രതികാരം രാഷ്ട്രത്തിന്റെ മേലും ഭരണകർത്താക്കളുടെ മേലും ഉണ്ടാകും എന്ന് നമ്മൾ കരുതണം. സങ്കീർത്തനം 105:15 പറയുകയാണ്, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്, അവിടുന്ന് ആജ്ഞാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടത്തും എല്ലായിടത്തും വളരെ സൽപ്പേരിന് അവകാശപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വൈദിക ശുശ്രൂഷ. ആജീവനാന്തം ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതം സമർപ്പിക്കുക, അവിവാഹിത ബ്രഹ്മചര്യ ജീവിതം നയിക്കുക, അവരെ താറടിച്ച് ചിലര് മുതലെടുപ്പിന് ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിന്റെ പ്രതികാരം രാഷ്ട്രങ്ങളുടെ മേൽ വരും. അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി നേരിടാനും ടിൻ ടവർ തകർക്കപ്പെട്ട്
അവഹേളനത്തിന് ഇരയാകാനും യുദ്ധങ്ങൾ ചെയ്ത് പരാജയപ്പെടാനുമെല്ലാം ഇടയായി. നമ്മള് രഹസ്യമായിട്ടിരിക്കുന്ന തിരിച്ചറിയാത്ത പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും അനേകായിരങ്ങൾക്ക് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം. വലിയ അനർത്ഥങ്ങളിലൂടെ ദൈവം സംസാരിക്കും. പശ്ചാത്തപിക്കാത്ത പാപങ്ങൾ നിങ്ങൾക്കുണ്ട്. പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കാത്ത പാപങ്ങൾ നിങ്ങൾക്കുണ്ട്. നമ്മളും എല്ലാവരും ഏതെങ്കിലും തരത്തിൽ പാപികളാണ്. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചവരാണ്. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ മാപ്പ് ചോദിക്കണം. ഇതൊരു വലിയ അനുഗ്രഹമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് കിട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 204 രാജ്യങ്ങളിലെയും ഭരണകർത്താക്കള്, പാർലമെന്റ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ജുഡീഷ്യറി, ജഡ്ജിമാര്, വക്കീലന്മാര്, ജനത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാര്, ഇനിയും പുരോഹിതര്, അവരുടെ ഭാഗത്തു നിന്ന് അവിശ്വസ്തതകള്, അവയെല്ലാത്തിനും വേണ്ടി നമുക്കിപ്പോൾ ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ദൈവമേ, തെറ്റ് ചെയ്തു പോയ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കാതെ പോയ എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ കുരിശുമരണത്തെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവിന്റെ നാമത്തില് ലോക ജനകോടികൾക്ക് മാപ്പ് നൽകണമേ. പശ്ചാത്താപം നൽകണമേ. മാനസാന്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയും ഇപ്പോഴ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നവർക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാനും താറടിക്കാനും വോട്ട് പിടിക്കാനും എല്ലാം വേണ്ടി പലതരത്തില് കുറ്റാരോപണം നടത്തുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും പ്രാർത്ഥനാ രാഹിത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പിതാവേ കരുണയായിരിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരെ ശിക്ഷിക്കരുതേ. ഇവരോട് കരുണയായിരിക്കണമേ. രണ്ടു കൈയും ഉയർത്തി നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ വേദനിപ്പിച്ചു എന്ന് കരുതുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അവരോട് ക്ഷമിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരോട് കരുണ കാണിക്കണമേ. അവരെ ശിക്ഷിക്കരുതേ. അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവ സ്നേഹം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും അവരെ നിറയ്ക്കണമേ. അവരെ ശിക്ഷിക്കരുതേ. അവരെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കൈകളും അടിച്ച് കർത്താവിന് നന്ദി പറയുക. സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രോവർബ്സ് 25-ാം അധ്യായം 21 മുതൽ 22 വരെ തിരുവചനങ്ങൾ. എല്ലാവരും പറയാം. സുഭാഷിതങ്ങൾ 25, 21 മുതൽ 22 വരെ. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ശത്രുവിനെ വെറുക്കുക എന്നാണ് എല്ലാ മതവിഭാഗങ്ങളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശത്രുവിനെ വകവരുത്തുക, ശത്രുവിനെ കൊന്നൊടുക്കുക, ശത്രുവിനെ കീഴടക്കുക, ശത്രുവിന്റെ മേൽ വിജയം വരിക്കുക. എന്നാൽ യേശു പുതിയ കൽപ്പന നൽകി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കുക,
നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെ തിരുവചനങ്ങൾ. മത്തായി 5:43, 48. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യേശു പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. ദൈവം ഇല്ല എന്ന് പറയുന്നവർക്കും ദൈവം മഴ കൊടുക്കുന്നു, സൂര്യപ്രകാശം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു, രോഗശാന്തി കൊടുക്കുന്നു, ജീവൻ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ദൈവത്തെ നിഷേധിച്ചു പറയുന്നവർക്ക് വേണ്ടി കൂടെയും. അപ്പോൾ ആ ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ നിങ്ങളും വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിക്കണം. വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോ എല്ലാ ദിവസവും തന്നെ കവർച്ച, കൊലപാതകം എത്രയുന്നത്. സാത്താൻ മനുഷ്യ വ്യക്തികളിൽ കടന്നു കയറി മറ്റുള്ളവരുടെ തട്ടിപ്പറിച്ചെടുക്കാനും കൊള്ളയടിക്കാനും മറ്റുള്ളവരെ കൊന്നൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് മുതലെടുക്കാനും എല്ലാം ദുഷ്പ്രേരണ കൊടുക്കുന്നു. അപ്പോൾ യേശുവിന്റെ മാതൃക എന്താണ്? ഹെരോദേസ് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, ശിശുവായ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇതാ യേശുവും മാതാവും യേശുപിതാവും കൂടി ഈജിപ്തിലേക്ക് ഒളിച്ചോടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലുടനീളം യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ പലപ്പോഴും ഒളിച്ചോട്ടമായിരുന്നു. പ്രീശന്മാര് ശത്രുക്കളായിട്ടുള്ളവര് ഉപദ്രവിക്കാൻ വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവരെ കൊന്നുകളയാൻ ദൈവത്തിനൊരു വിഷമവും ഇല്ല, അവരെ തളർത്തിയിടാനും വിഷമമില്ല. എന്നാൽ നമുക്ക് മാതൃകയും പ്രബോധനവുമാകുവാൻ യേശു അനന്ത സ്നേഹമാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവിടത്തേക്ക് തിന്മ ചെയ്യാൻ സാധിക്കുകയില്ലെന്നും നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണമെന്നും ലോകത്തിന് മുഴുവൻ പ്രബോധനം നൽകുവാൻ ഒരു വ്യക്തിക്ക് പോലും യേശു തിന്മ ചെയ്തില്ല. എന്ന് മാത്രമല്ല, യേശുവിനെ അറസ്റ്റ് ചെയ്ത അവസരത്തില് പത്രോസ് ഒരു വാളൂരി പ്രധാനാചാര്യന്റെ ഭൃത്യനെ വെട്ടി ചെവി മുറിഞ്ഞ് താഴെ വീണു. യേശു ആ ചെവി എടുത്ത് തൽസ്ഥാനത്ത് വെച്ച് അവനെ സുഖപ്പെടുത്തിയിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വാൾ നിന്റെ ഉറയിലിടുക. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള മാതൃക, പ്രബോധനം യേശു നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളും ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, ശത്രുത വെച്ച് പുലർത്തുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും വേണ്ടി കരുണയായിരിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, വചനം അയച്ചു കൊടുക്കണമേ, ആ തിന്മയിൽ നിന്ന് വെറുപ്പിൽ നിന്ന് അവരെ പിന്മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നടുവേദന ഉണ്ടായിരുന്നു, പുറം വേദന ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നടുവേദന, പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് കൈവീശി കാണിച്ചേ. അല്ലെങ്കിൽ കുറഞ്ഞു. അങ്ങനെയുള്ളവര് ഒന്ന് കൈവീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 15:26 ദൈവം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാകുന്നു. ദൈവവചനം
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വരുന്നു. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവർ വിളിച്ചു. മുൻവശത്തേക്ക് ചേർന്നിരിക്കുക, മുൻവശത്തേക്ക് ചേർന്ന് നിൽക്കുക. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. നമുക്ക് ദൈവതുല്യമായ ദൈവ സാദൃശ്യത്തിലേക്കുള്ള ഒരു ആത്മീയ രൂപാന്തരീകരണം തരുന്നതോടൊപ്പം ഇതാ ശാരീരികമായ രോഗങ്ങള് കർത്താവ് സുഖപ്പെടുത്തുന്നു. ചിലര് രോഗങ്ങള് 5 കൊല്ലത്തിലധികം പഴക്കമുള്ള രോഗങ്ങളാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. അവര് കൈപൊക്കുകയും 5 കൊല്ലത്തിലധികം പഴക്കമുള്ള രോഗമാണ് ഇപ്പോൾ വിട്ടുപോകുന്നത്. കൈവീശി കാണിച്ചവര് 18 പേരുടെ രോഗം 5 കൊല്ലത്തിലധികം പഴക്കമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മർമ്മപ്രധാനമായ ഒരു രഹസ്യം കൂടെ വെളിപ്പെടുത്തി തരികയാണ്. മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനത്തിന് ഔഷധ ശക്തിയുണ്ട്, രോഗശാന്തി ശക്തിയുണ്ട്. ദൈവവചനത്തിന് വിശുദ്ധീകരണ ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:3 നാം ഇപ്രകാരം വായിക്കുന്നു, യേശു അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വിശുദ്ധീകരണം വചനം വഴി നടക്കുന്നു. യോഹന്നാന്റെ 6:63 ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഇതാ ജീവൻ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ആരോഗ്യം, രോഗശാന്തി നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഇതാ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്നവരിലേക്ക് എഴുന്നള്ളി വരുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അത്ഭുത രോഗശാന്തി കിട്ടി. ചിലരെങ്കിലും പെട്ടെന്ന് നിലത്തടിച്ച് വീണിട്ട് പുറംവേദന, നടുവേദന വന്നവരുണ്ടോ? അവരൊന്ന് കൈപൊക്കിക്കേ. നിലത്തടിച്ച് വീണു, അങ്ങനെ നടുവേദന, പുറംവേദന വന്നവര്. എങ്ങനെയാണ് നമ്മൾ വീണത് എന്നതുപോലും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് നടന്ന കാര്യം, 25 കൊല്ലം മുമ്പ് നടന്ന കാര്യം വർത്തമാന കാലത്ത് എന്ന പോലെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ സംഭവിച്ചില്ലേ, അവർക്ക് സൗഖ്യം സാക്ഷ്യപ്പെടുത്തുക. യേശുക്രിസ്തു എല്ലാം കഴിഞ്ഞതും വരാനിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, നമ്മളെ സുഖപ്പെടുത്താനും രക്ഷിക്കാനും നമുക്ക് പാപബോധം നൽകാനും പശ്ചാത്താപം നൽകാനും മാനസാന്തരം നൽകാനും വിശുദ്ധീകരണം നൽകാനും നിത്യജീവൻ നൽകാനും വേണ്ടിയാണ്. സ്വർഗം നൽകാൻ വേണ്ടിയാണ്. സ്വർഗത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വാഹന അപകടത്തിൽ പരിക്കുപറ്റി കാലുവേദന അസ്വസ്ഥത ഉണ്ടായിരുന്നു, സുഖപ്പെട്ടവരെ കൈപൊക്കിക്കേ. വാഹന അപകടത്തിൽ പരിക്കുപറ്റി ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. അവർ കൈ ഉയർത്തി കാണിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലയ്ക്ക് വേദന ഉണ്ടായിരുന്നവര്, തലയ്ക്ക് ഒരു വശത്ത് വേദന ഉണ്ടായിരുന്നു, സുഖപ്പെടുന്നവര് കൈപൊക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. യേശു പറഞ്ഞു, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് 16-ാം തിരുവചനത്തിൽ പറയുന്നതാണ്. പക്ഷേ കൈവച്ച് രോഗശാന്തി കൊടുക്കുന്ന ആ പ്രാർത്ഥന ഇതാ കൈവയ്ക്കാതെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലവേദന സുഖപ്പെട്ടവരൊക്കെ കൈപൊക്കിക്കേ. ഈ മണിക്കൂറില് തലവേദന താഴെ ഇരിപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരിക. 12 പേർക്ക് തലവേദന സുഖപ്പെട്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
കുറെ നാളായിട്ട് നല്ല ഉറക്കമില്ലാതിരുന്നു. എന്നാൽ ധ്യാനമന്ദിരത്തിൽ വന്നു, വചനം കേൾക്കാൻ തുടങ്ങി, സുഖനിദ്ര കിട്ടി. അവരൊക്കെ ഒന്ന് കൈവക്കുകയെ. ഒന്നാം ദിവസം തന്നെ സൗഖ്യം കിട്ടിയവർ കാണും, രണ്ടാം ദിവസം സൗഖ്യം കിട്ടിയവർ കാണും. സുഖനിദ്ര ഇല്ലായിരുന്നു, സുഖനിദ്ര കിട്ടിയവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. 12 പേർക്ക് സുഖനിദ്ര എന്ന കൃപ കർത്താവ് നൽകി. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. ഇവ കിട്ടിയവരെന്ന് കൈവക്കുകയെ. ഈ ധ്യാനത്തിൽ വന്നു, ദുഃഖം മാറി, സന്തോഷം നിറഞ്ഞു, സമാധാനം നിറഞ്ഞു. അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, അവരൊന്ന് 2 കൈ ഉയർത്തി ഒന്ന് കൈവച്ച് കാണിച്ചേ. ഇത് ചന്തയിൽ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനമാണ്, സൂപ്പർ മാർക്കറ്റിലും കിട്ടുകയില്ല. സമാധാനം, സന്തോഷം, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളത്. അത് നഷ്ടപ്പെടുന്നത് കുറ്റംവിധി, വെറുപ്പ്, ഇതൊക്കെ തുടങ്ങുമ്പോഴാണ് നഷ്ടപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ആരെയും കുറ്റം വിധിക്കാൻ പോകണ്ട, വെറുക്കാനും പോകണ്ട. ഏത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ പഠിക്കണം. കഷ്ടതകളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത് സ്തുതിക്കണം. എന്തിനാണത്? ദുഃഖം മാറി, സന്തോഷം നിറയും, ആന്തരിക സൗഖ്യം ലഭിക്കും, പരിശുദ്ധാത്മാവ് നിറയും. തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കാൻ പരിശീലിക്കുക. 10-15 മിനിറ്റ്, 10-20 മിനിറ്റ് എവിടെയെങ്കിലും പോയിരുന്ന് അല്പം സ്വരത്തില് ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ഈ തകർച്ച അവിടുന്ന് നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.